എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ GYMAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസസ് 2024 സ്കീം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ബൈ ടി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിവിഷൻ ബൈ ടി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് മക്കളെ. നന്നായിട്ട് പഠിച്ചോണേ, ശ്രദ്ധിച്ചിരിക്കണേ. ഡിവിഷൻ ബൈ ടി, ഡിവിഷൻ ബൈ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഫോർമാറ്റ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ്: ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഓക്കെ, ഇതാണ് ഫോർമുല. ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കണേ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ, അതായത് ടീച്ചേഴ്സിൻ്റെ ആൻസർ കീയിൽ ഉണ്ടാവുന്ന സിംപ്ലിഫൈഡ് ഫോമിലുള്ള ആൻസർ ആയിരിക്കും. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് റീകോൾ ചെയ്യണം. അപ്പോൾ റീകോൾ ദ സം ഫോർമുലാസ് ഫ്രം പ്ലസ് ടു. ഓക്കെ, പ്രത്യേകിച്ച് ലോഗരിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് റിവിഷൻ ചെയ്യാണ്. ലോഗ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് അല്ലെ. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്, അറിയുന്ന കാര്യമാണല്ലോ. ഇനി ലോഗ് എ ബൈ ബി, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് വരാനേ ഈ സിംപ്ലിഫിക്കേഷൻ നമുക്ക് അറിയേണ്ടി വരും. അപ്പം അന്നേരം നമുക്ക് സ്റ്റക്കായി പോകുന്നൊരവസ്ഥ വരരുത്. ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് ഈ റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്തായിരിക്കും ഫൈനൽ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആവാതിരിക്കാനാണ് ഇതൊക്കെ ഒന്ന് റീകോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലോഗ് എ റൈസ് ടു എൻ, ലോഗ് എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ലോഗ് എ ആണ് അല്ലെ. ലോഗ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ലോഗ് എ ആണ്. ഈ മൂന്ന് ഇക്വേഷൻ അറിയുന്ന ഇക്വേഷൻസ് ആണ്. ഇനി ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. ലോഗ് 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. പർട്ടിക്കുലർലി അത് മൈനസ് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ റിസൾട്ട് കൊടുക്കാറുള്ളത്. ഇനി ലോഗ് ഇ, ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണേ. ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്ത റിസൾട്ട് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പൈ ബൈ 2 ആണെന്നുള്ള അറിഞ്ഞിരിക്കണം. ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം അനന്തത അഥവാ ഇൻഫിനിറ്റി കിട്ടുന്നത്? ടാനിന് പൈ ബൈ 2 എന്നുള്ള ആംഗിളാണ് ഉത്തരം ഇൻഫിനിറ്റി കിട്ടുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഫൈനൽ റിസൾട്ടിലൊക്കെ ആവശ്യം വരാറുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷനകത്ത് ഈ റിസൾട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണേ. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഈ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് വരും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഈ റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ വരും. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, പിന്നെ നമുക്കറിയാം 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്താണെന്ന് അറിയാം. ലോഗ് എക്സ് പ്ലസ് സി ആണെന്ന് അറിയാം. ഇതിനകത്ത് ആവശ്യം വരും. ഇത് ജസ്റ്റ് സ്ഥിരം വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് നോട്ട് ചെയ്തെന്നുള്ളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു റിസൾട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. കോംപ്ലിമെന്ററി ആംഗിൾ വെച്ചിട്ട് വരുന്ന ഫോർമുലാസ് ആണ്. അതേപോലെ തന്നെ രണ്ട് ഇക്വേഷനും കൂടെ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സും പൈ ബൈ 2 ആണ്. അത് രണ്ടും അങ്ങനെ ഉപയോഗം വരാറില്ല, പക്ഷെ ഇതിന്റെ യൂസ് നമുക്ക് വരാറുണ്ട് ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ സോൾവ് ചെയ്ത് ഇപ്പം ഈ റിസൾട്ട് നമ്മളിത് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഇങ്ങനെ ആയിരിക്കും. പൈ ബൈ 2 മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നായിരിക്കും വന്ന് നിൽക്കുക. ഓക്കെ,
അപ്പം കുറേ പേര് ഇവിടം കൊണ്ടങ്ങ് കൺക്ലൂഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. π/2 മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും അല്ലേ? അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞനായിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ഇതായിരിക്കും ആൻസർ കീയിലുള്ള ആൻസർ. ഓക്കെ, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഒരു 99% അധ്യാപകരും ഇവിടെ എഴുതിയ ഫുൾ മാർക്ക് തരും. ഓക്കെ, ചിലർ ഒരു അരമാർക്കോ 1 മാർക്കോ കുറയ്ക്കും ഈ സാധനം ഇല്ലെങ്കിലും, കാരണം കീയിലുള്ള ആൻസർ ഇതായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ ഇത് പറയുന്നത്. പരമാവധി മാക്സിമം സിംപ്ലിഫൈഡ് ഫോമിലാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, സോ പിടികിട്ടിയ മക്കളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസൾട്ട് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് e⁻²t ഡിവൈഡഡ് ബൈ t. ഏതാ ഫോർമാറ്റ്? ഡിവൈഡഡ് ബൈ t കാണുമ്പോഴേ പിടിക്കണം എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f ഓഫ് t ബൈ t എന്ന് പറയുന്നത് ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി f ഓഫ് s ds ആണ് നമ്മുടെ റിസൾട്ട്. വേർ f ഓഫ് t ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് f ഓഫ് t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f ഓഫ് s. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f ഓഫ് t ഈസ് f ഓഫ് s. ഓക്കെ, അതാണ് നമ്മുടെ റിസൾട്ട്. റിസൾട്ട് നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ്. ഇപ്പം കമ്പയർ ചെയ്തടാ എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ നിൽക്കുന്ന ആരാണ്? എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് e⁻²t അല്ലേ? എഫ് ഓഫ് ടി ബൈ ടി എന്നുള്ളതാണ് ഫോർമറ്റ്. എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ നിൽക്കുന്ന ആളാരാണ്? 1 മൈനസ് e⁻²t ആണ്. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എടുത്തേ. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി is equal to Laplace transform of 1 minus e⁻²t. Okay, so this is equal to പറഞ്ഞേ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. e⁻²t യുടേത് 1/s - 2. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ശരിയാണല്ലോ, എഫ് ഓഫ് എസ് കിട്ടി. ഇനി ഈ എഫ് ഓഫ് എസ് നമ്മൾ ആ ഫോർമുലയിലേക്ക് കൊടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 minus e⁻²t by t. f of t by t is equal to integral s to infinity f of s ds is equal to integral s to infinity f of s. f of s ആരാ പറഞ്ഞേ? 1/s minus 1/s - 2. ഇത്ര എന്ത് വരും? ds. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/s ഇന്റഗ്രൽ എന്താണോ? log s അല്ലെ? log s ഡെറിവേറ്റീവ് ആണ് 1/s. 1/s - 2 log s - 2 അല്ലെ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇന്റഗ്രൽ f ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ f ഓഫ് എക്സ് dx is equal to log mod f of x plus c. +2 പഠിച്ച റിസൾട്ടാണ്. ഓർമ്മയുണ്ടോ മക്കളെ? അതായത് ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ശരിയാണല്ലോ? ഇവിടെ എസിന്റെ ഡെറിവേറ്റീവ് 1 മുകളിലുണ്ട്, അപ്പോൾ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയി. s - 2ന്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്, അപ്പോൾ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ചാടിക്കേറിയ ലിമിറ്റ് കൊടുക്കരുത്. ഇൻസൈഡ് സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ ലിമിറ്റ് കൊടുക്കാവുള്ളൂ. നേരിട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്താണ്? ലോഗ് ഇൻഫിനിറ്റി മൈനസ് ലോഗ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് പഠിച്ചിട്ടുണ്ടോ മക്കളെ? നമ്മൾ ഈ ലിമിറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എൽ ഹോസ്പിറ്റൽസ് റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എൽ ഹോസ്പിറ്റൽസ് റൂള് ചിലപ്പം നിങ്ങൾ എൻട്രൻസ് പഠിച്ച കുഞ്ഞുങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ല. അതായത് നമുക്ക് എഞ്ചിനീയറിങ്ങിന് വന്നിട്ട് എന്തായാലും എൽ ഹോസ്പിറ്റൽസ് റൂൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗമുള്ള സാധനമാണ്. അതായത് ചില ഫോംസ് നമുക്ക് മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോംസ് ആവില്ല. ഇപ്പം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0/0 ഇങ്ങനെയുള്ള ഫോർമാറ്റ്സ് ഒക്കെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലിട്ടുകൊണ്ട് നമുക്കൊരു ആൻസർ പറയാൻ പറ്റില്ല. അതിൽ നിന്ന് ഒഴിവായിട്ടേ നമുക്കൊരു ആൻസർ പറയാൻ പറ്റുള്ളൂ. അപ്പം നേരിട്ട് ലിമിറ്റ് കൊടുത്താനുള്ള പ്രശ്നം അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗരിതമിക് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ മുമ്പേ ഒന്ന് റീകോൾ ചെയ്യുന്നത്. അപ്പം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി. അപ്പോൾ ലോഗ് s ഡിവൈഡഡ് ബൈ s - 2 എന്ന് വരും. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്താലും പ്രശ്നമാണ്. ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ s ഇൻ ഇൻഫിനിറ്റി, താഴെ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരും അല്ലേ?
ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0/0, 1/∞, ഇങ്ങനെ വരുന്ന ഫോംസ് ഒക്കെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോം ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ടേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. വി നീഡഡ് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ്. അതിനുവേണ്ടി എൽ ഹോസ്പിറ്റൽ ചെയ്ത എന്താണ്? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്ന് പറയുന്ന റൂള്. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ കേട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ സംഭവമാണ്. അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0/0, 1/∞, ഈ ഫോർമാറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, അതായത് ഇത് ഒഴിവാകണം. ഇത് ഒഴിവാകണമെങ്കിൽ വാട്ട് വി നീഡ് ടു ഡു, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കണേ, ഇപ്പൊ നേരിട്ട് കൊടുത്താലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. മുകളിൽ ഇൻഫിനിറ്റി, താഴെ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി നമുക്ക് പരിചയമില്ലാത്ത സാധനമാണ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. സോ വി നീഡ് ടു എലിമിനേറ്റ് ദാറ്റ്. ഫോർ ദാറ്റ് particularly we should have to take s as common from the denominator and we needed to cancel it with the numerator. ന്യൂമറേറ്ററിൽ ഒരു എസ് ഉണ്ട്, താഴെ ഒരു എസ് ഉണ്ട്. അവനെ തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി പ്രശ്നമില്ല. ശ്രദ്ധിക്കണേ മക്കളെ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് നമുക്ക് പ്രോബ്ലം. നമ്പർ ബൈ ഇൻഫിനിറ്റി നമുക്ക് പ്രശ്നമേ അല്ല, അതിന്റെ ആൻസർ 0. സംതിങ് ഒരു ഫൈനൈറ്റ് ബൈ ഇൻഫിനിറ്റി, നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫൈനൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഫൈനൈറ്റ് ബൈ ഇൻഫിനിറ്റി ഈസ് ഒബ്വിയസ്ലി 0. ഇങ്ങനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി നോക്കിക്കോളൂ. ലോഗ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ 1 - 2/s എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. നോക്കിയാടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണേ. ഇവിടെ ഞാൻ എസ് ഉള്ളിലേക്ക് കൊടുത്താൽ എസ് മൈനസ് എസും കട്ട് ചെയ്താൽ 2 തന്നെ തിരിച്ചു കിട്ടും. ഇവിടുത്തെ അഡ്വാൻറ്റേജ് മുകളിലും താഴെയും ഇൻഫിനിറ്റി വരുത്തുന്ന സാധനം കട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. നമ്പർ ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റേ വരുള്ളൂ. ലിമിറ്റ് എങ്ങനെ കൊടുക്കുന്നത് മക്കളെ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ലോഗ് 1 ഡിവൈഡഡ് ബൈ 1 - 2/∞, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ലോഗ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 - 2/s തന്നെ. അതായത് എസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് എസിനാണ്, വേരിയബിളിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വേരിയബിളിന്. അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം എസിന് ഇൻഫിനിറ്റി കൊടുത്തു അപ്പർ ലിമിറ്റിൽ, മൈനസ് എസിന് പകരം എസ് തന്നെ കൊടുത്തു ലോവർ ലിമിറ്റിൽ. കിട്ടിയല്ലോ. ഇനിയിപ്പോൾ വേണ്ട ഈ ഫോർമാറ്റാ, ഒരു നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആയിപ്പോ. ഇപ്പൊ ഈ 2/∞ എന്ന് പറയുന്ന സാധനം എന്തായി? 0 ആയി. അപ്പൊ എന്തോ ബാക്കി വരുന്നത്? ലോഗ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 2/∞ 0 ആയി. 1 - 0 എന്നുള്ളത് 1 ആയി. ഓക്കെ, മൈനസ് ലോഗ് ഓഫ് 1 ബൈ താഴെ ക്രോസ് ചെയ്യാം എസ് - 2/s. ഓക്കെ, ഇതെന്തായി? ലോഗ് 1/1 എന്ന് പറഞ്ഞാൽ ലോഗ് 1 മൈനസ് ലോഗ്, ഇവിടെ എന്താ? വ്യുൽക്രമം കൊണ്ടുള്ള ഗുണനം അഥവാ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, തിരിച്ചിട്ട് ഗുണിക്കുന്ന പരിപാടി. എസ് നേരെ മുകളിൽ വരും. എസ് മുകളിൽ വന്നാൽ s/s - 2 എന്ന് വരും. ഓക്കെ, ലോഗ് 1 എന്തോ മക്കളെ? റീകോളിനകത്ത് പഠിച്ചതാ, 0 മൈനസ് ലോഗ് എസ് ഡിവൈഡഡ് ബൈ എസ് - 2. 0 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെ, മൈനസ് ലോഗ് എസ് ഡിവൈഡഡ് ബൈ എസ് - 2. ഓക്കെ, ശ്രദ്ധിക്കണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി n log a, മൂന്നാമത് പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? n log a എന്ന് പറയുന്നത് log a⁻n ആയിരുന്നു, മൂന്നാമത് പഠിച്ച റിസൾട്ട്. അപ്പൊ മൈനസ് നേരെ എന്ത് ചെയ്യാം? ഈ s/s - 2ന്റെ പവറിലോട്ട് വിടാം. അപ്പൊ എന്ത് വരും? ലോഗ് ഓഫ് s/s - 2 റേസ് ടു -1 എന്ന് വരും. ശരിയല്ലേ? ലോഗ് ഓഫ് s/s - 2 റേസ് ടു -1. നമ്മൾ പഠിച്ചിട്ടുണ്ട് a/b റേസ് ടു -1 എന്ന് പറഞ്ഞാൽ b/a ആണ്. നേരെ തിരിച്ചു വരും അല്ലെ? അപ്പൊ ഇത് എന്ത് വരും? ലോഗ് s - 2 മുകളിൽ വരും, s താഴെ വരും. സോ ലോഗ് s - 2 ഡിവൈഡഡ് ബൈ s ഈസ് ദ ആൻസർ. ലോഗ് s - 2/s. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻at മൈനസ് e⁻−pt ബൈ t. ഓക്കെ, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t) ബൈ t എന്നുള്ള ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t) ബൈ t is equal to ഇന്റഗ്രൽ s to infinity f of s ds എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക.
ശരിയാണല്ലോ. സോ ഹിയർ ഇവിടെ എഫ് ഓഫ് ടി എന്താണോ? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ആണ് നമ്മുടെ എഫ് ഓഫ് ടി. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി. ഇ റൈസ് ടു മൈനസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s പ്ലസ് എ. ഇ റൈസ് ടു മൈനസ് ബി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s പ്ലസ് ബി. ഓക്കെ ആണല്ലോ. സോ എഫ് ഓഫ് എസ് ആയി. ഇനി വേണ്ട ഫോർമുലയ്ക്കകത്തോട്ട് കൊടുത്തേ. Therefore, Laplace transform of e raised to minus at minus e raised to minus bt divided by t is equal to integral s to infinity f of s is 1/s plus a minus 1/s plus b ds is equal to 1/s plus a യുടെ ഇൻവേഴ്സ് എന്താണ്? 1/s plus a യുടെ ഇന്റഗ്രൽ log s plus a. ശരിയല്ലേ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട് അല്ലേ? ഡിനോമിനേറ്റർ എസ് പ്ലസ് എ, ഡെറിവേറ്റീവ് 1 ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ലോഗ് എസ് പ്ലസ് എ. ഇവിടെയും ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, ആൻസർ ലോഗ് എസ് പ്ലസ് ബി. ശരിയാണല്ലോ. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എസ് മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി എന്താ അപ്ലൈ ചെയ്യുക? ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി, ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി എന്നുള്ള റിസൾട്ട് കൊടുക്കുക. ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. സ്റ്റിൽ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എസിന് ഇൻഫിനിറ്റി വരും, മുകളിൽ ഇൻഫിനിറ്റി താഴെയും ഇൻഫിനിറ്റി, ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മുകളിലും താഴെ ഇൻഫിനിറ്റി വരുന്ന കേസ് ഒഴിവാക്കി നമ്പർ ബൈ ഇൻഫിനിറ്റി എന്നുള്ള കേസ് കൊണ്ടുവരണം. അപ്പം അതിനുവേണ്ടി മുകളിലും താഴെയും എസ് ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ എന്താണ് വരിക? ലോഗ് ഓഫ് മുകളിൽ നിന്ന് എസ് പുറത്തെടുത്താൽ 1 പ്ലസ് എ ബൈ എസ് എന്ന് കിട്ടും. ശരിയല്ലേ? ഓപ്പൺ ചെയ്താൽ എസ് പ്ലസ് എ തിരിച്ചു കിട്ടുമല്ലോ. താഴെ എസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ 1 പ്ലസ് ബി ബൈ എസ് എന്ന് കിട്ടും. ഓപ്പൺ ചെയ്താൽ എസ് പ്ലസ് ബി തിരിച്ചു കിട്ടും. ഓക്കെ. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എസ് ടു ഇൻഫിനിറ്റി. എസ് എസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? മുകളിലും താഴെയും ഇൻഫിനിറ്റി വരുത്തുന്ന സാധനം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുത്താൽ ലോഗ് അപ്പർ ലിമിറ്റ് കൊടുത്ത് പറഞ്ഞേ 1 പ്ലസ് നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആവും, അത് 1 വരും. താഴെയും 1 പ്ലസ് നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആവും, അതും 1 വരും. അപ്പോൾ അപ്പർ ലിമിറ്റായി മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസ്സിന് പകരം എസ് കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യാം. 1 പ്ലസ് എ ബൈ എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി ബൈ എസ്. ഓക്കെ. ഇതെന്തോരോടാ? ലോഗ് 1/1 എന്നുള്ളത് ലോഗ് 1 വരും. മൈനസ് ലോഗ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. എസ് പ്ലസ് എ ബൈ എസ് ബൈ എസ് പ്ലസ് ബി ബൈ എസ്, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എസ് എസ് കട്ട് ചെയ്യാം. ഓക്കെ ആണേ. ലോഗ് 1 എന്താ? ലോഗ് 1 0 ആണ്. മൈനസ് ലോഗ് മുകളിൽ എസ് പ്ലസ് എ ഉണ്ട്, താഴെ എസ് പ്ലസ് ബി ഉണ്ട്. ഓക്കെ. 0 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ്. ലോഗ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എന്താണ്? എസ് പ്ലസ് ബി. മൂന്നാമത് പഠിച്ച റിസൾട്ട് എൻ ലോഗ് എ. എൻ ലോഗ് എ എന്താണോ? എൻ ലോഗ് എ എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ റൈസ് ടു എൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ മൈനസിനെ നമുക്ക് ഈ കാണുന്ന സാധനത്തിന്റെ പവറിലോട്ട് ഇടാം. സോ ലോഗ് ഓഫ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി റൈസ് ടു -1. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ബൈ ബി റൈസ് ടു -1. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞാണ് എ ബൈ ബി റൈസ് ടു -1 ഈസ് ബി ബൈ എ. തിരിഞ്ഞു വരും. എസ് പ്ലസ് ബി മുകളിൽ വരും, എസ് പ്ലസ് എ താഴെ വരും. ലോഗ് എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ? അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഡിവൈഡഡ് ബൈ ടി. കാണുമ്പോൾ തന്നെ അറിയാം ഏതാ ഫോർമാറ്റ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഫോർമാറ്റ് ആണ് അല്ലെ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണോ? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. ഓക്കെ. സോ ഇവിടെ എഫ് ഓഫ് ടി ആരാ? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ 2t ആണ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആരാണ്? സൈൻ 2t. സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ഇനി റിസൾട്ട് കൊടുക്കുക.
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഡിവൈഡഡ് ബൈ t ഈക്വൽ ടു ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആരാ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് 2 പുറത്തെടുത്താൽ ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എടുക്കാം ഡി എസ്. ഓക്കെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട റിസൾട്ട് എന്തായിരുന്നു? ഇന്റഗ്രൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ എന്നുള്ള റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? 1 ബൈ 2 ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് വരും ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. സോ 1 ബൈ 2 ഇൻറ്റു നോക്കണേ, അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താണ്? എസിന് ഇൻഫിനിറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട് മക്കളെ, ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നേ. 2 ഇൻറ്റു 1 ബൈ 2 എന്നാണ് വരുന്നത്. അപ്പോൾ അത് കട്ടായി പോക്കോളൂ. അപ്പോൾ ഇനി അത് വേണ്ട, ശരിയല്ലേ? ഇവിടെ പുറത്തൊരു 2 ഉണ്ടായിരുന്നു, റിസൾട്ടിൽ ഒരു 1 ബൈ 2 വരുന്നുണ്ട്, അതങ്ങ് കട്ടായി പോക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും, മൈനസ് ടാൻ ഇൻവേഴ്സ് എസിന് എസ് തന്നെ കൊടുത്താൽ എസ് ബൈ 2. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി റീകോളിനകത്ത് തന്നാണ്, എന്താണ്? പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2. എടാ മക്കളെ, ഈ സാധനം കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റണം നമുക്ക്. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? പൈ ബൈ 2 കിട്ടണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂട്ടിയ പൈ ബൈ 2. ഇപ്പൊ എക്സ് മാറി എസ് ബൈ 2 ആക്കിയാൽ സെയിം ആംഗിൾ ആവണമെന്നേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2ഉം കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താടാ? പൈ ബൈ 2 ആ കിട്ടണ്ടേ. സോ അവിടുന്ന് കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 എന്തോ സാധനം? കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് പറഞ്ഞാൽ അത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 ആണ്. ഓക്കെ, സോ ഈ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്താടാ? കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 ആണ്. മറന്നു പോരുത്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ബൈ ടി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 7 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മുൻപ്. നോക്കി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനോട് കഴിയുമ്പം എഫ് ഓഫ് ടി ബൈ ടിയിലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽസ് പഠിക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കണം, പിന്നെ ഹെവിസൈഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിക്കണം, പിന്നെ സെക്കൻഡ് ഷിഫ്റ്റിംഗ്. ഈ ഒരു ഓർഡറിലാണ് നമുക്കിനി പഠിച്ചു പോകാനുള്ളത്. പിന്നെ അവസാനം കൺവല്യൂഷൻ വരെയാണ് സിലബസിൽ പറയുന്നത്. നോക്കാം, നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചോണേ മക്കളെ. അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട്, അടുത്ത ചാപ്റ്ററിലും അടുത്ത മൊഡ്യൂളിലും നന്നായിട്ട് പഠിക്കാനുണ്ട്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ബൈ ടി എന്നുള്ളതാണ് ചോദ്യം. ഏതാ ഫോർമുല ഏതാ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി അല്ലെ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ ടി ആണ്. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് 2t അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ്, കോസ് 2tയുടേത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇപ്പൊ എന്തായി? എഫ് ഓഫ് എസ് ആയി അല്ലെ? എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ഈ ഫോർമുലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 ബൈ 2 ഇൻറ്റു 1 ബൈ എസ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഇത്രയും ഡി എസ് വരും. 1 ബൈ 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ 1 ബൈ എസിന്റെ ഇന്റഗ്രൽ ലോഗ് എസ് മൈനസ്, ഇവിടെ ശ്രദ്ധിക്കണേ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആക്കാം.
എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s ആണ്. 2s മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ, മുകളിൽ എസ് ഉണ്ട്, 2s ഉണ്ടായിരുന്നെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയനെ. ഞാനൊരു 2 കൊടുത്തു, അത് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു 2 കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 കൊടുത്തു. ഓക്കെ ആണോ നോക്കണേ? 2 ബാലൻസ് ചെയ്യാൻ 1/2 കൊടുത്തു. ഇപ്പോൾ ഈ 2 കട്ട് ചെയ്താൽ പഴയ ഇക്വേഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ 1/2 ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നോക്കിയാൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഡെറിവേറ്റീവ് 2s മുകളിലുണ്ട്. 1/2 മാറ്റി നിർത്തിയാൽ അത് ലോഗ് ഡിനോമിനേറ്റർ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ ആണേ? ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് n log a അപ്ലൈ ചെയ്യാം. n log a. n log a എന്താ? ലോഗ് a റൈസ് ടു n. ശരിയല്ലേ? n log a എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a റൈസ് ടു n ആണ്. അപ്പം അത് പ്രകാരം 1/2 നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 4ന്റെ പവറിൽ കൊടുക്കാം. 1/2 ഇൻറ്റു ലോഗ് എസ് മൈനസ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 റൈസ് ടു 1/2 എന്ന് വരും. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ശരിയാണേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഇപ്പം എക്സ് റൈസ് ടു ഹാഫിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ് റൈസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം എസ് സ്ക്വയർ പ്ലസ് 4 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2 ഇൻറ്റു ലോഗ് എസ് മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്നാണ് കിട്ടുന്നത്. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എന്താ അപ്ലൈ ചെയ്യാം നമുക്ക്? ലോഗ് എ മൈനസ് ലോഗ് ബി ഫോർമാറ്റ് ആണ്. അവിടെ നമുക്ക് ലോഗ് എ ബൈ ബി അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ഈക്വൽ ടു, നോക്കണേ, ഇവിടെ നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി പ്രശ്നം വരും. അപ്പോൾ ഈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 4നെ ഒന്ന് സോൾവ് ചെയ്യണം. രണ്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 4 ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എസ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് 4/s സ്ക്വയർ എന്ന് വരും. ശരിയാണോ മക്കളെ? ഓപ്പൺ ചെയ്താൽ എസ് സ്ക്വയർ പ്ലസ് 4 തന്നെ തിരിച്ചു കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ അത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. ഇപ്പോൾ റൂട്ട് എസ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് 4/s സ്ക്വയർ എന്ന് വരും. റൂട്ട് എസ് സ്ക്വയർ എസ് ആവും, ബാക്കി റൂട്ട് 1 പ്ലസ് 4/s സ്ക്വയർ വരും. അപ്പോൾ ഈ സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോകാം. ഈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4ന് പകരം രണ്ട് ഈ വാല്യൂ കൊടുക്കാൻ പോകണേ. സോ 1/2 ഇൻറ്റു ലോഗ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4ന് പകരം എന്ത് കൊടുക്കുന്നു? എസ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 4/s സ്ക്വയർ കൊടുക്കുന്നു. ഓവർ ദ ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. എസ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ ആണേ? എസ് കട്ടായി പോകാനാണ് ഈ പരിപാടി നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് 4 ഇൻഫിനിറ്റി സ്ക്വയർ എടുത്താൽ ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പർ ലിമിറ്റായി മൈനസ് ലോവർ ലിമിറ്റ് എസിന് പകരം എസ് തന്നെ. ലോഗ് ഓഫ് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 4/s സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 1/2 ഇൻറ്റു 1/2 പുറത്തുണ്ടേ 1/2 ഇൻറ്റു ഇനി ഇവിടെ നോക്കാം 4/∞ 0 റൂട്ട് 1 1 ആവും, 1/1 1 ആവും, അൾട്ടിമേറ്റ്ലി അത് ലോഗ് 1 ആവും. ലോഗ് ഓഫ് ഇവിടെ താഴെ ക്രോസ് ചെയ്താൽ 1 റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 4/s സ്ക്വയർ എന്ന് വരും. ശരിയാണല്ലോ? ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് 1 0 ആവും മൈനസ് ലോഗ് ഓഫ് മുകളിൽ താഴെ സെപ്പറേറ്റ് റൂട്ട് എടുത്താൽ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4/s സ്ക്വയറിൻ്റെ റൂട്ട് എസ് വരും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി നോക്കാം. 1/2 ഇൻറ്റു 0 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് താഴെയുള്ള എസ് നേരെ മുകളിൽ വരും. എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, ഇനി വേണ്ടേ n log a. n log a എന്ന് പറഞ്ഞാൽ ലോഗ് a റൈസ് ടു n ആണ്. അത് പ്രകാരം ഈ മൈനസ് നമുക്ക് ഈ ടേമിൻ്റെ പവറിൽ കൊടുക്കാം. അപ്പോൾ എന്താണ് വരിക? 1/2 ഇൻറ്റു ലോഗ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4
മൈനസ് പവറിലോട്ട് വരുമ്പോൾ റേസ് ടു -1. ഇനി 1/2 ഇൻറ്റു ലോഗ് a/b റേസ് ടു -1 എന്ന് പറഞ്ഞാൽ b/a ആണ്. ഇത് തിരിഞ്ഞു വരും. √s² + 4 മുകളിൽ വരും, ഡിവൈഡഡ് ബൈ s താഴെ വരും. സോ 1/2 ഇൻറ്റു ലോഗ് ഓഫ് √s² + 4/s എന്നുള്ളതാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കാം. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഡിവിഷൻ ബൈ ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് നോക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കണം. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാനുണ്ട്. പിന്നെ ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് സോൾവ് ചെയ്യാം, എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കണം. ഓക്കെ, അതും കഴിഞ്ഞിട്ടാണ് നവരസങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്ന പോലെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിനുശേഷമാണ് കൺവല്യൂഷൻ. സിലബസിൽ അവസാനം കൺവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ട്. സോ ഇനിയുമുണ്ട് ദൂരങ്ങളേറെ സഞ്ചരിക്കാൻ. അപ്പോൾ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ അവസാനത്തെ 2 മൊഡ്യൂളുകൾക്കായിട്ട്. എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്കോർ നിങ്ങൾക്ക് എത്തണമെങ്കിൽ. ഓക്കെ, ചുമ്മാ അവിടെ ഇവിടെയൊക്കെ തൊട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടൊന്നും ആവത്തില്ല. നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയിലും ആയിരിക്കത്തില്ല. അതായത് നിങ്ങൾ +2 വരെ കണ്ട ഒരു പാറ്റേൺ അല്ല. അവിടുത്തെ പാസ് മാർക്ക് അല്ല ഇവിടുത്തെ പാസ് മാർക്ക്. പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ മാർക്കും ചുമ്മാ കിട്ടുന്ന ഒന്നും കാണാതെ ഓരോ മാർക്കും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒബ്വിയസ്ലി ഇഷ്ടംപോലെ സപ്ലി എക്സാം വരാനുള്ള സാധ്യതയും മാത്സിന് കൂടുതലാണ്. അത് ഒഴിവാക്കാനാണ് പറയുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അനുഭവിച്ചവർക്ക് അറിയാം. ഇപ്പോൾ സപ്ലിക്ക് റെഫർ ചെയ്യുന്നവരുണ്ടാവാം. പിന്നെ ഇതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സപ്ലി അടിച്ചാൽ മാസ്, മരണമാസം, കൊലമാസം എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ഇത് വേറൊരു എക്സാമിൻ്റെ കൂടെ നമ്മൾ ആദ്യം തൊട്ടേ ഉള്ള കാര്യങ്ങൾ വീണ്ടും മാത്സ് പോലെയുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് മെനക്കേടാണ്. ആദ്യത്തെ ചാൻസിൽ തന്നെ കയറുന്നതാണ് മക്കളെ ഏറ്റവും നല്ലത്. ഓക്കെ, സോ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നോക്കുക എല്ലാവരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.